എന്നെക്കുറിച്ച് അനാവശ്യമായിട്ട് വീഡിയോ ഇടുക, സുഖമില്ലായിരുന്ന 85 വയസ്സ് മരണശയ്യയിൽ കിടന്ന എൻ്റെ അമ്മയുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ട് എന്നെ അപമാനിക്കുക, അമ്മയെ സംരക്ഷിക്കുന്നതിനെ നോക്കുന്നതിന് അതൊക്കെ ഞങ്ങൾ കുടുംബക്കാരിലെ അറിയാവുള്ളൂ. പിന്നെ ചേട്ടൻ്റെ മക്കളുടെ കല്യാണത്തിന് ഞാൻ ജയൻ്റെ മകനാണെന്ന് പറഞ്ഞത് തടസ്സം വന്നതൊക്കെ ചുമ്മാ വെറുതെ കള്ള വീഡിയോസ് ഇട്ടിട്ട് പോകാനെല്ലാം പലരും. പിന്നെ ഇപ്പോഴത്തെ അവരുടെ ട്രെൻഡാണ് എന്നെക്കുറിച്ച് അനാവശ്യമായ വീഡിയോസ് ഉണ്ടാക്കുക. ഫ്രാങ്ക് വീഡിയോ ഉണ്ടല്ലോ, പ്രാങ്ക് ട്രോൾ വീഡിയോ, അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഞങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. അവർ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നു. എന്നിട്ട് നേരെ കൊല്ലം സൈബർ സെല്ലിലും ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലും പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും, കോടതി പോകത്തില്ല. അവർക്കെല്ലാം പരാതി കൊടുക്കുന്നു, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കുന്നു. ചില പോലീസുകാരെ വളരെ മോശമായിട്ട് അമ്മർത്ത് സംസാരിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. ചില പോലീസുകാരൊക്കെ വളരെ നീറ്റായിട്ട്, അതൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പല തരത്തിലും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും നാണം കെട്ടെങ്കിലും ഇതിൽ നിന്ന് മാറും. പിന്നെ കൂടാതെ കേസ് കൊടുത്തേ വെച്ച് പോലീസിനെ വീട്ടിൽ വരുത്തിക്കുക. ഞാനെന്തോ വലിയ ഭീകരവാദിയെ പോലെയൊക്കെയാണ്. പോലീസ് വീട്ടിൽ വന്ന് എന്നെ തിരക്കി. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ഫോണായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു മിസ് കാൾ വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇച്ചിരി കഴിഞ്ഞുകൊണ്ട് 2 പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ചെന്താ അത് ഇന്നലെ ഞാൻ പറയാം, ഇവിടെ വരേണ്ട കാര്യം എന്താ, എന്നെ വിളിച്ചാൽ പോരെ. അത് വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ്റെ ഒരു വിവരമില്ലായ്മ ഞാൻ പറയത്തുള്ളൂ. കാര്യം ശക്തികുളങ്ങര പോലീസുകാർ നമ്മളെ ഒന്ന് വിളിച്ചു, നമ്മൾ വേറെ ഫോണിലാണ്, അപ്പോൾ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇച്ചിരി കൊണ്ട് കഴിഞ്ഞ് വിളിക്കാൻ പുള്ളിയെ വിളിച്ചു, നമ്മൾ എടുത്തു, സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് നമ്മൾ ചെന്നില്ല. അപ്പം നമ്മളെ തിരക്കി പോലീസാണ്. ഇത് വലിയ തീവ്രവാദികളെയൊക്കെ നക്സലൈറ്റിനെയൊക്കെ പൊക്കാൻ വരുന്നില്ല ജീപ്പുമായിട്ട് എൻ്റെ വീട്ടിൽ പോലീസുകാർ രാത്രി വരിക. കാര്യം എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ, നാണം കിടത്താവോ, പരിസരവാദികളെയൊക്കെ കൊണ്ട് അനാവശ്യം പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ നമ്മൾ പിന്നിലോട്ട് പോകത്തില്ല. കാര്യം നമ്മൾ ജയൻ്റെ മകനാണ്.